ഹലോ, ഹായ്. ബിന്ദു സ്മോൾ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ദുഃഖത്തിലും അതിലേറെ കുറച്ച് സന്തോഷമായ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ്. സന്തോഷം ആദ്യം പറയാം നമുക്ക്, ദുഃഖം അവിടെ നിൽക്കട്ടെ. സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ കൊച്ചുമക്കളും എല്ലാ ഈ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് ബാലപാഠം പഠിക്കാനായി ആദ്യമായി സ്കൂളിലേക്ക് പോയ അനേകം കുഞ്ഞുങ്ങളുണ്ട്. അവരെ എല്ലാം ആദ്യം തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ 2 കുഞ്ഞുമക്കളും പോയി. ഒത്തിരി സന്തോഷം. നമ്മുടെ എല്ലാ അമ്മമാരെന്ന നിലയിൽ നമ്മുടെയൊക്കെ ഹൃദയം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് അടുത്ത് നിൽക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. അങ്ങനെ ആയിരങ്ങൾ ഈ ലോകത്തിൻ്റെ പല കോണുകളിലും കുഞ്ഞുമക്കളെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി പലയിടത്ത് പോയി നിൽക്കുന്നവരുണ്ട്. അങ്ങനെ വേദനയിലുള്ളവരുണ്ട് അനേകം മാതാപിതാക്കൾ. അപ്പം ഇന്ന് സ്കൂളിലേക്ക് കടന്നു പോയ ആദ്യ പാഠം പഠിക്കാനായ ആഹ്ലാദത്തിൽ, സന്തോഷത്തിൽ, സ്കൂൾ എന്താണെന്നറിയാനായിട്ട്, സ്കൂളിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു പുതിയ ബാഗും പുതിയ പുസ്തകവും പുതിയ കുടയൊക്കെ പിടിച്ച് പോകാനുള്ള അവരുടെ ആ ഒരു തീഷ്ണത, അവരുടെ ആ സന്തോഷം, അവരിന്ന് സ്കൂളിൽ പോയി ആദ്യ പാഠം പഠിച്ച് അവർ സ്കൂൾ എന്താണെന്ന് മനസ്സിലായ പുതിയ കുഞ്ഞുങ്ങൾ, പിന്നെ പുതിയ ക്ലാസ്സിലേക്ക് കയറിയ കുഞ്ഞുങ്ങളുടെ സന്തോഷം, അങ്ങനെ അനേകം നമുക്ക് മനസ്സിലാക്കാനും ഷെയർ ചെയ്യുവാനും, അല്ല ഞാൻ അനുഭവിച്ച ഒരമ്മയെന്ന നിലയിൽ, പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു മാതാവെന്ന നിലയിൽ ഞാൻ ഷെയർ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അങ്ങനെ അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോയി. അനേകം കുഞ്ഞുങ്ങൾക്ക് ദൈവം അതിന് വഴിയൊരുക്കി കൊടുത്തു. എല്ലാം അതിനും സന്തോഷം. പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്കൂളിലേക്ക് ഇന്ന് കടന്നുപോയ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ദൈവം പുതിയ പുതിയ വഴികൾ തുറക്കട്ടെ. അനുഗ്രഹമായ കുഞ്ഞുങ്ങൾ പഠിച്ചും നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ എനിക്ക് ദുഃഖമെന്ന് പറയുമ്പോൾ, ഇന്ന് 2 വയസ്സുകാരനെ സ്വന്തം അമ്മയുടെ മൃഗീയമായ രീതിയിലുള്ള പെരുമാറ്റത്തിലൂടെ ആ കുഞ്ഞ് ഈ ലോകം വിട്ട് കടന്നുപോയി. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മൊത്തം ആ കുഞ്ഞിൻ്റെ ചിരിച്ച മുഖവും കുഞ്ഞ് ഫേസിലുണ്ടായ സാഡ്നെസ് ഒക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു വരുമായിരുന്നു. ലോകത്തിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എത്രയോ പേര് ഒരു കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രയോ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കുന്നവരുണ്ടെന്നറിയാമോ? ഒരമ്മയാകാത്തതിൻ്റെ വേദനയും ഭാരവുമേറിയ എത്രയോ സ്ത്രീകൾ നടക്കുന്നുണ്ടെന്നറിയാമോ? ഒരമ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തവർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിയാൻ കഴിയാൻ മേലാത്തവർക്ക് എന്തിനാണ് ദൈവമേ ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുത്തത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ദൈവത്തോട് സത്യം പറഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് അതിൻ്റെ ഉത്തരം എനിക്കിപ്പോഴും ഇന്നലെ ആ സംഭവം ഞാൻ കണ്ടപ്പം തൊട്ട് വീണ്ടും എൻ്റെ മനസ്സിലേക്ക്, എന്തിനാണ് അവൾക്ക് ആ കുഞ്ഞിനെ കൊടുത്തത്? അല്ലേ, എന്തിനാണ് ആ കുഞ്ഞിനെ അത്രയും പീഡിപ്പിച്ചിട്ടും ഒരമ്മ ആയിരുന്നുവെങ്കിൽ അത്രയും പീഡിപ്പിച്ചിട്ടും അവനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയനേമായിരുന്നു ആ കുഞ്ഞായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് പറയുന്ന കേട്ടു മീഡിയയുടെ മുമ്പിൽ പല പ്രാവശ്യം കുഞ്ഞിനെ ചോദിച്ചിരുന്നു എന്ന്. ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞിനെ ചോദിച്ചിരുന്നു, തന്നില്ല, അവർക്കറിയായിരുന്നു ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ അറിയാവുന്നതായിട്ടാണ് അവർ മീഡിയയുടെ മുന്നേ ഞാൻ കണ്ടത്. എന്തുകൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോയില്ല? ഇപ്പം ഞാൻ കണ്ടു 6 പ്രാവശ്യം ഈ കൊലപ്പെടുത്തിയ ആളിൻ്റെ ആദ്യ ഭാര്യയുടെ ഭവനത്തിൽ നിന്ന് 6 പ്രാവശ്യം കേസ് കൊടുത്തിരുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു ശരിയായ ഒരു നിയമം അവിടെ വന്നിട്ടില്ല എന്ന് ആ സ്ത്രീയെ നമ്മുടെ മീഡിയയിൽ കാണാൻ പറ്റി. എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം എങ്ങോട്ട് വേണം പോകുന്നത്? അന്ന് ആ സ്ത്രീക്ക് ആ അനുഭവം ഉണ്ടായപ്പോഴേ പ്രതിക്ക് തക്ക ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് ലോകം വിട്ട് പോകുമായിരുന്നു. എൻ്റെ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥ കൊണ്ട് ഞാൻ വന്നതാണ്. അതാണ് എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് ആ കുഞ്ഞ് ഇനി നാളെ ഈ ലോകത്തിൽ പുതുജന്മമായി കടന്നു വരുന്നുവെങ്കിൽ നല്ല സ്നേഹവും സന്തോഷവും സ്നേഹം മാത്രം കൊടുക്കുന്ന ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കട്ടെ. ഒരു നല്ലൊരു പിതാവ് സ്നേഹം മാത്രം കൊടുക്കുന്ന, ലാളനം മാത്രം കൊടുക്കുന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കുഞ്ഞായിട്ട് ഒരു പുതിയ ജന്മത്തിൽ ആ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബൈ.